ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് എന്താ പറയുക, ഞങ്ങൾ രാവിലത്തെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. രാവിലെ നൂലപ്പം മേടിച്ചു കൊടുന്നു, അതുപോലെ തന്നെ മുട്ടക്കറി ഉണ്ടാക്കി. പിന്നെ അനിയത്തിമാർ വന്നിട്ടുണ്ടായിരുന്നു, അവർ 2-3 ദിവസമായി വന്നിട്ട്. അപ്പോൾ ഇന്ന് അവരെ കൊണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ ഇല്ല, വൈകുന്നേരമൊക്കെ ആവും. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ്. ആദ്യം ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ വെച്ചു, ചോറൊക്കെ വെന്തു. ഇപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ മുരിങ്ങക്കായ, കടച്ചക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം മുരിങ്ങക്കായൊക്കെ വേവിച്ച് വെച്ചു. കറണ്ട് ഉണ്ടായിരുന്നില്ല, കറണ്ട് പോയിക്കായിരുന്നു. അപ്പോൾ വേവിച്ച് വെച്ചു. തേങ്ങ അരയ്ക്കാനാണെങ്കിൽ കറണ്ട് ഇല്ലാത്തരം അവിടെ അങ്ങനെ റെഡിയാക്കി വെച്ചേക്കാണ് തേങ്ങ മിക്സിയിൽ. പിന്നെ അതവിടെ നിൽക്കട്ടെ എന്ന് കരുതി ഇനി അടുത്തത് കടച്ചക്കയുടെ തോലൊക്കെ കളഞ്ഞു വെച്ചു. ഇനി അതുപോലെ അടുത്തതിന് ചിക്കൻ ചില്ലി ചിക്കൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ ആ ഒരു പാകത്തിൽ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ചില്ലി ചിക്കൻ്റെ മസാല പാക്ക് ഉണ്ട്, അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഈ പാക്കറ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാറില്ല. നമ്മൾ സാധാ ഞാൻ മസാല ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറ്. പിന്നെ ഈ ഒരു പാക്കറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി. അപ്പോൾ എന്താ പറയുക, ആ പാക്കറ്റിൽ എല്ലാം ഉണ്ട്. ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ആ പാക്കറ്റിലുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് ഉപ്പ് ഇടണം. അതുപോലെ തന്നെ പൊടിയിട്ട് അതിന് ശേഷം അതിൽ മുട്ട ഒഴിച്ചിട്ട് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് അങ്ങനെയാണ് മിക്സ് ആക്കിയിട്ട് വെക്കേണ്ടത്. അപ്പോൾ പാക്കിങ് 1/2 കിലോ ചിക്കനിലേക്ക് ഉള്ള കണക്കാണത്. അപ്പോൾ ആ പാക്കറ്റ് ഫുള്ളും അതിലിട്ടു. പറയുന്നത് നല്ല മണമാണ് മസാല ഇടുമ്പോൾ തന്നെ. നമ്മൾ അൽഫാമിൻ്റെ ഒക്കെ ഒരു മണം വരും മിക്സ് ആക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ മസാല പൊടിയൊക്കെ ഇട്ടു, ഒരു മുട്ട ഒഴിച്ചു, അതുപോലെ തന്നെ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് അതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ ഒരു 1.13K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. പിന്നെയും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. അങ്ങനെ ചിക്കനേക്കാളും മസാല ഒക്കെ പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചോറും വാർത്തൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി കടച്ചക്ക തൊലി കളഞ്ഞ് വെച്ചതാണ്. ഇനി അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം, കടച്ചക്ക ഉപ്പേരി വയ്ക്കാനായിട്ട്. ഞങ്ങൾ എങ്ങടേലൊക്കെ ഒന്ന് പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. നിലമ്പൂർ അങ്ങനെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ മഴ കാരണം നമുക്ക് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ തൃശ്ശൂർ ശോഭാ സിറ്റിയിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ അവരവിടെ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എവിടേക്കൊക്കെ പോകാമെന്ന് കുറേയൊക്കെ നോക്കി. പക്ഷേ മഴ കാരണം എവിടേക്കും അങ്ങനെ പോകാനായിട്ട് പറ്റില്ല. പിന്നെ മഴ ഇല്ലാത്ത ദിവസം ഒക്കെ മഴ മാറിയിട്ടൊക്കെ എപ്പോഴേലും പോകാമെന്നൊക്കെ കരുതി. അപ്പോൾ തൽക്കാലം ശോഭാ സിറ്റിക്ക് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കണം. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ എന്താ പറയുക അടുത്ത വീഡിയോ ആയിട്ട് എന്താ പറയുക അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിനോട് അത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ വീഡിയോ ആയി പോകും. അപ്പോൾ അത് കാരണം ഇതിൽ ഞാനത് ഉൾപ്പെടുത്തണില്ല. ഞങ്ങളവിടെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം അവർ വന്നു, പക്ഷേ അപ്പോൾ ബിസിയായി കാരണം അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നാണൊന്ന് എന്താ പറയുക ഒത്തിരി സമയം പോലെ ഗ്യാപ്പ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ എടുത്തതാണ്.
കടച്ചക്കല അരിഞ്ഞ് കഴിഞ്ഞു. കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇത്തിരി വെള്ളം അത് കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ മീൻ കറിയുണ്ട്. അപ്പോൾ മീൻ കറിയും അതുപോലെ തന്നെ മുരിങ്ങക്കായ കറിയും കടച്ചക്ക ഉപ്പേരിയും ചില്ലി ചിക്കൻ വറുത്തതും അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അതൊക്കെ കൂട്ടി ഊണ് കഴിക്കുക. അപ്പോൾ ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ പോകേണ്ട കാരണം വേഗം അവർക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. അപ്പോൾ അതാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ നിർത്തിയില്ല. വേഗം ഭക്ഷണം കഴിച്ചിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ നിന്നു. ഞങ്ങൾ ശോഭാ സിറ്റിയിലും കയറണില്ല. ശോഭാ സിറ്റിയിൽ കയറി അവിടെ കുറച്ച് നേരം കറങ്ങിയിട്ടൊക്കെ വേണം പിന്നെ അവരെ വീട്ടിൽ കൊണ്ടാക്കണം. ഉപ്പേരിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ അരിഞ്ഞ് കഴിഞ്ഞു. ഇനി ചില്ലി ചിക്കൻ വറുക്കണം. അപ്പോൾ ഞാൻ ഉരുളിയിൽ വറുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാകുമ്പോൾ അരിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം. കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കണം. ഉരുളിയിലാകുമ്പോൾ അത്യാവശ്യം കൊള്ളും. അപ്പോൾ വേഗം കഴിയുകയും ചെയ്യും. അപ്പോൾ ഈ കുപ്പി ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കാനായിട്ട് നല്ല സുഖമാണ്. നമുക്ക് അത്യാവശ്യം പാകത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കടച്ചക്ക അവിടെ വെന്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചിക്കൻ കുറച്ച് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. പിന്നെ നിങ്ങൾ ചില്ലി ചിക്കൻ വറുക്കുമ്പോൾ ഇങ്ങനെയുള്ള മസാലകളാണ് നിങ്ങളുടെ ഓരോരുത്തർക്കും ഓരോ ഉണ്ടാവില്ല. എങ്ങനെയാണ് എന്തൊക്കെ മസാലകളിട്ടാണ് ചില്ലി ചിക്കൻ ഇങ്ങനെ വറുത്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ചിക്കൻ അവിടെ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് റംസാനോട് എടുക്കാൻ പറഞ്ഞതാണ് വീഡിയോ. എടുത്ത് കാട്ടാന്ന് പറഞ്ഞാൽ അപ്പോൾ എടുത്തതാണ്. അപ്പോൾ അവനെ പറ്റണ പോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഈ കുക്കറിൽ തന്നെ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇതിൽ ഈ ചട്ടിയിൽ എന്താ പറയുക ഉള്ളിയും മുളകൊക്കെ തൂമിച്ചിട്ട് അതിലേക്ക് കുക്കറിലേക്ക് തട്ടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ കുക്കറിൽ നിന്ന് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുക്കറിലേക്ക് തന്നെ മിക്സ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ചട്ടിയൊക്കെ ചൂടായി ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതുപോലെ തന്നെ എന്താ മക്കമുളകും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഉരിച്ചിട്ട് കുക്കറിലേക്ക് തട്ടുകയാണ്. എല്ലാം മുരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തട്ടുകയാണ്. പക്ഷെ ചക്ക ഇതിലധികം ഉണ്ടായിരുന്നു. മുളക് കുറഞ്ഞു പോയി. എന്നുവെച്ചാൽ മുളക് പൊടിച്ചെടുക്കാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കറണ്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഉള്ള മുളക് വെച്ചിട്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് തട്ടി. എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്കും കൂടി തിന്നു തന്നെ എരിവൊക്കെ കറക്റ്റ് പാകത്തിന് തന്നെയായിരുന്നു. അപ്പോൾ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ ചിക്കൻ ഒരു ഭാഗമായിട്ടുണ്ട്, മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. മറിച്ചിട്ടിട്ട് നമുക്ക് ആ ഭാഗം മുരിച്ചിട്ട് പിന്നെ അടുത്ത ചിക്കൻ കൂടി ഇട്ടിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചിക്കൻ ആയിട്ടിട്ട് ഇനി ഇതും കൂടി ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് കാണാം. ചിക്കനൊക്കെ വറുത്തെടുത്ത് ഇത്രയും ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ വരാം. അതുവരെ എല്ലാവർക്കും ബായ്.